Hi, Anusha Ajay is a distinguished optometrist and head of vision therapy and law vision at Abate Eye Hospital. With an M.Optom degree and IACL association, she delivers the expert eye care and vision therapy. Welcome, ma'am, to the interactive section. ഗുഡ് ആഫ്റ്റർനൂൺ മാം, ഞങ്ങൾ ഇന്റർവ്യൂക്ക് വെൽക്കം. എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് മാമിൻ്റെ ഒപ്റ്റോമെട്രി കരിയർ ജേർണിനെ കുറിച്ചിട്ടൊന്ന് ഞങ്ങൾക്ക് പറഞ്ഞുതരാമോ? എൻ്റെ ഒപ്റ്റോമെട്രി കരിയറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ വളരെ ഒപ്റ്റോമെട്രി ഇഷ്ടപ്പെട്ടെടുത്ത് വരുന്ന ആളൊന്നുമല്ല ഞാൻ സത്യം പറഞ്ഞാൽ. എൻ്റെ ഇൻറ്റേൺഷിപ്പ് പീരീഡിൽ എൻ്റെ പേഷ്യൻസിനോടുള്ള എൻ്റെ താല്പര്യവും അവരെ ട്രീറ്റ് ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹാപ്പിനെസ്സും കാരണമാണ് ഞാൻ ഒപ്റ്റോമെട്രിയിൽ പിന്നെയും കൂടുതൽ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇൻറ്റേൺഷിപ്പിൽ ഉണ്ടായ കുറച്ച് അനുഭവങ്ങളാണ് കൂടുതൽ ഒപ്റ്റോമെട്രിയിൽ എന്തെങ്കിലും ചെയ്യണമെന്നുള്ള ആഗ്രഹം എനിക്ക് ഉണ്ടാക്കിയത്. അത് പ്രത്യേകിച്ച് പറയുകയാണെങ്കിൽ ചില കുട്ടികൾ വരുന്ന സമയത്ത് എല്ലാ ഭാഗത്തും പോയിട്ടെത്തുന്ന ആളുകളായിരിക്കും ചിലപ്പോൾ. അപ്പോൾ അവരിൽ എക്സ്ട്രാ എന്തെങ്കിലും വിഷൻ തെറാപ്പിയിൽ കൊടുക്കാൻ പറ്റുമ്പോൾ അവർക്കുണ്ടാകുന്ന ഹാപ്പിനെസ് എനിക്ക് മനസ്സിലായി. അത് കാരണം പിന്നീട് അതിലെന്തെങ്കിലും എക്സ്ട്രാ ചെയ്യണമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ PG ചെയ്തു. PGയിൽ ഞാൻ ഒപ്പം തന്നെ വിഷൻ തെറാപ്പി ഡിപ്പാർട്ട്മെൻറ്റിൽ തന്നെ വർക്ക് ചെയ്തുകൊണ്ടായിരുന്നു എൻ്റെ PG ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ നെക്സ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ ഫെലോഷിപ്പ് ചെയ്തു. ഫെലോഷിപ്പ് എന്ന് പറയുന്നത് പീഡിയാട്രിക് ഒപ്റ്റോമെട്രിയിലാണ് ഫെലോഷിപ്പ് ചെയ്തത്. പീഡിയാട്രിക്കിൽ ഫെലോഷിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വീണ്ടും അതിലെ സൂപ്പർ സ്പെഷ്യാലിറ്റി എന്ന രീതിയിലാണ് വിഷൻ തെറാപ്പി ഫെലോഷിപ്പിലേക്ക് വരുന്നത്. ഇപ്പോൾ ഒരു 7-8 വർഷത്തോളമായിട്ട് വിഷൻ തെറാപ്പി ചെയ്യുന്നുണ്ട്. അതിൽ ഭയങ്കര ഹാപ്പിയാണ്. അപ്പോൾ അതിനോടനുബന്ധിച്ച് തന്നെ ഇപ്പോൾ കോണ്ടാലൻസിൻ്റെ അയാക്കൾ പോലുള്ള ഫെലോഷിപ്പിനും പ്രിപ്പയർ ചെയ്യുന്നു. മാം, വിഷൻ തെറാപ്പി അതുപോലെ ഓർത്തോപ്റ്റിക്സിൽ മാമിന് സ്പെഷ്യലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഇൻസ്പയർ ആയത്? ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കേരളത്തിൽ വളരെ ചുരുക്കം ഐ ഹോസ്പിറ്റലുകളിൽ മാത്രമാണ് വിഷൻ റീഹാബിലിറ്റേഷനിൽ അല്ലെങ്കിൽ വിഷൻ തെറാപ്പി സെൻറ്റേഴ്സ് ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ പല ഭാഗത്തും പോയിട്ട് ഹാപ്പി ആവാതെ വരുന്ന ഒരുപാട് പേഷ്യൻസിനെ നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇൻറ്റേൺഷിപ്പിൻ്റെ സമയത്ത് അങ്ങനത്തെ പല ആൾക്കാരിൽ നിന്നും ഫീഡ്ബാക്ക് കിട്ടിയപ്പോഴാണ് ഓക്കെ എന്നാൽ ഇതിലേക്ക് ഇറങ്ങി ചെല്ലാമെന്നൊരു വിചാരം ഉണ്ടാവുന്നത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ പ്രിൻസിപ്പൽ ഉണ്ടായിരുന്ന ഡോക്ടർ ജെ മുത്തയ്യ സാറിപ്പോൾ ഇല്ല. അപ്പോൾ സാറാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്തിട്ടുള്ളത്. അന്ന് DNB MS ഒഫ്താൽമോളജി സ്റ്റുഡൻസൊക്കെ ഉണ്ടായിരുന്നു അബേറ്റിൽ. അപ്പോൾ അവർക്ക് ക്ലാസ് എടുക്കാൻ വിഷൻ തെറാപ്പിയെക്കുറിച്ച് ക്ലാസ് എടുക്കാനും അവർക്ക് ഓർത്തോപ്റ്റിക്സിനെ കുറിച്ച് ക്ലാസ് എടുക്കാനും സാറ് ചുമതലപ്പെടുത്തും. അപ്പോൾ സ്വാഭാവികമായിട്ടും അത് പഠിക്കേണ്ടി വന്നു. ഇഷ്ടം കൊണ്ട് പഠിച്ചതല്ല, പഠിക്കേണ്ടി വന്നു. പിന്നെ ആ ഭാഗത്തേക്ക് അങ്ങനെ ആയി എന്നുള്ളതാണ്. മാം, ഈ BSV സ്ട്രാബിസ്മസ് അതിലൊക്കെ പേഷ്യൻസിനുള്ള തിരുത്തി കൊടുക്കേണ്ടതായിട്ടുള്ള തെറ്റിദ്ധാരണകൾ എന്തൊക്കെയാണ്? അതിലിപ്പോൾ പ്രധാനമായിട്ട് പറയാനുള്ളത് വെച്ചിട്ടുണ്ടെങ്കിൽ സൊസൈറ്റിയിൽ നമ്മുടെ സൊസൈറ്റിയിൽ ഇപ്പോഴും അറിയില്ല എപ്പോഴൊക്കെയാണ് നമ്മൾ നിർബന്ധിതമായിട്ടും കാഴ്ച ടെസ്റ്റ് ചെയ്യേണ്ടതെന്ന്. അപ്പോൾ ചെറിയ കുട്ടികളെല്ലാവരും ജനിക്കുമ്പോൾ അവരുടെ കണ്ണെന്ന് പറയുന്നത് ഈസോട്രോപ്പി ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആക്സിയൽ ഇലോങ്ങേഷൻ്റെയും കൊറോഡൽ എക്സ്റ്റൻഷൻ കാരണം ഈസോ ഉണ്ടായിരുന്ന കണ്ണ് ഓർത്തോട്രോപ്പിയിലേക്ക് വരുന്നു. അതാണ് നോർമലായിട്ടുള്ളൊരു ഫിനോമിന എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജന്മനാ ഉണ്ടാകുന്ന അല്ലെങ്കിൽ കൺജനിറ്റിൽ ഉണ്ടാകുന്ന ഈസോട്രോപ്പിയൊന്നും ചിലപ്പോൾ പേഷ്യൻസ് അഡ്രസ്സ് ചെയ്തോണമെന്നില്ല, അല്ലെങ്കിൽ പാരൻസ് അഡ്രസ്സ് ചെയ്തോണമെന്നില്ല. അപ്പം നിർബന്ധിതമായിട്ടും കുട്ടികളുടെ കാഴ്ച പരിശോധിക്കേണ്ട 3 ഘട്ടങ്ങളാണ് അറ്റ് ബർത്ത്, ജനിച്ച ഉടനെ, പിന്നെ ഒരു 2 വയസ്സ്, പിന്നെ 5 വയസ്സ് സ്കൂളിൽ പോകാൻ തുടങ്ങി. ഈ സമയങ്ങളിൽ നിർബന്ധമായിട്ടും കാഴ്ച പരിശോധിച്ചിട്ടുണ്ടാവണം. അത് ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് ആദ്യത്തെ തന്നെ കടമ. അതിൻ്റെ ഒരു പ്രധാന റീസൺ പറയാച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ കുട്ടികൾ ജനിക്കുന്ന സമയത്ത് അവർ സൈമൾട്ടേനിയസ് പെർസെപ്ഷൻ ഉണ്ടാവുന്നു. ആ ബൈനോക്കുലാരിറ്റി ഉണ്ടാവുന്ന ഒരു ഏജ് ഉണ്ട്. ഒരു 6 മന്ത് മുതൽ 1 ഇയർ വരെയുള്ള സമയത്താണ് അവർക്ക് ബൈനോക്കുലർ, നമ്മൾ ഈ കാണുന്നത് മാത്രമല്ല ഇമ്പോർട്ടൻറ്റ്, കാണുന്ന കാര്യങ്ങളെ ഫ്യൂസ് ചെയ്യിപ്പിക്കുന്നതും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ആ സമയത്ത് അവർക്ക് ഡെവലപ്മെൻറ്റിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളെയൊക്കെ നമുക്ക് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ റിക്കവറി എന്ന് പറഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിരിക്കും. ഓക്കെ, ഞാനിപ്പോൾ ഒരു 12 വയസ്സുള്ള ഒരു കുട്ടിയെ വിഷൻ തെറാപ്പി ചെയ്യുന്നത് പോലെയല്ല ഒരു 25 വയസ്സുള്ള ഒരാളെ ചെയ്യുന്നത്. അതുപോലെയല്ല ഒരു 35 ഏജ്, അതായത് ഏജിനനുസരിച്ചിട്ട് നമുക്ക് ഏത് ഏജിൽ വേണമെങ്കിലും നമുക്ക് ട്രീറ്റ് ചെയ്യാം. പക്ഷേ ടൈമിൻ്റെ ഡ്യൂറേഷൻ എന്ന് പറയുന്നത് ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ ചെറിയ കുട്ടികളാവുമ്പോൾ അവരെ കാഴ്ചക്കുറവല്ല അല്ലെങ്കിൽ അവരുടെ ബൈനോക്കുലാറ്റിൽ നിന്ന് പ്രശ്നങ്ങൾ കണ്ടുപിടിച്ച് ട്രീറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും നല്ലതാണ്. നമ്മൾ ഈ ബൈനോക്കുലർ വിഷൻ ഡിസോർഡേഴ്സിനാണല്ലോ വിഷൻ തെറാപ്പി യൂസ് ചെയ്യുക. അപ്പോൾ ഈ വിഷൻ തെറാപ്പിക്ക് ഉണ്ടാകുന്ന ബെനിഫിറ്റ്സും ലിമിറ്റേഷൻസും ഒന്ന് പറയാൻ പറ്റും? ഫസ്റ്റ് ഞാൻ ലിമിറ്റേഷനിൽ നിന്ന് തുടങ്ങാം, അതായിരിക്കും നല്ലത്. നമുക്കിപ്പോൾ ഒരു റിഫ്രാക്റ്റീവ് എറർ ഉണ്ട്, സ്പെക്ടക്കിൾ കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് കാഴ്ച അപ്പം തന്നെ കിട്ടുന്നു, പേഷ്യൻ്റ് ഹാപ്പി. അതുപോലെ ലാസിക് ചെയ്താൽ അറ്റ് ടൈമിൽ അവർക്ക് എന്ത് ചെയ്യുന്നു, വിഷൻ കിട്ടുന്നു, ഒരു ഹാപ്പി ആയിരിക്കും. ഈവൻ കോണ്ടാലൻസ് ആണെങ്കിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷേ വിഷൻ തെറാപ്പിയിൽ നമുക്ക്
ആ ഒരു ചെറിയ ടൈമിനുള്ളിൽ അവർക്ക് അവരുടെ റിസൾട്ടിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റില്ല. അതൊരു പ്രോസസ്സാണ്. അതൊന്നോ രണ്ടോ ദിവസമൊന്നുമല്ല, ചിലപ്പോൾ മാസങ്ങളും ദിവസങ്ങളൊക്കെ നീണ്ടു നിൽക്കും ആ ഒരു തെറാപ്പി എന്നുള്ളത്. അപ്പോൾ ആ ഒരു വിഷ്വൽ ഔട്ട്കം അല്ലെങ്കിൽ അവർക്കൊരു സാറ്റിസ്ഫാക്ഷൻ അറ്റ് എ ടൈം നമുക്ക് കാണിച്ചു കൊടുക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെ പേഷ്യൻസ് കൺവിൻസ്ഡ് ആവാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ വിഷൻ തെറാപ്പി സ്റ്റാർട്ട് ചെയ്യാം, അവർ ഡ്രോപ്പ് ചെയ്യും. അതാണ് ഏറ്റവും വലിയ ബുദ്ധിമുട്ട് വിഷൻ തെറാപ്പിയിൽ കാണുന്നത്. ഇപ്പോൾ നമ്മൾ കോണ്ടാക്ട് ലെൻസ് ആണെങ്കിലും സ്പെക്ടക്കിളൊക്കെ ആണെങ്കിലും അറ്റ് എ ടൈം തന്നെ അവർ വിചാരിച്ച ആ ഒരു വിഷൻ കിട്ടുന്ന പേഷ്യൻ്റ് സാറ്റിസ്ഫൈഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെ അവർ കണ്ടിന്യൂ ചെയ്യുകയും ചെയ്യും. വിഷൻ തെറാപ്പിയിൽ ആ ഒരു ബുദ്ധിമുട്ട് നിലനിൽക്കുന്നത് കൊണ്ടാണ് പല ആളുകളും വിഷൻ തെറാപ്പി ഡ്രോപ്പ് ചെയ്യാനുള്ള ഒരു കാര്യം. ഓക്കെ, ഒരു 1 മന്ത് 2 മന്ത് കഴിഞ്ഞാൽ അവർ ഇമ്പ്രൂവ്മെൻറ്റിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവരതിൽ ഹാപ്പി ആവും. പക്ഷേ ആ എത്തുന്ന സമയം എന്ന് പറയുന്നത് കുറച്ച് ഡിഫിക്കൽട്ടി ആയിട്ടുള്ള ടൈമാണ്. ഇനി അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഇത് തന്നെയാണ് ബെനിഫിറ്റ്സ്. സ്പെക്ടക്കിൾ കൊണ്ടിട്ടോ കോണ്ടാക്ട് ലെൻസ് കൊണ്ടിട്ടോ ഒക്കെ നമുക്ക് വിഷനെ മാത്രമാണ് കറക്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ഈ ബൈനോക്കുലാരിറ്റി എന്നുള്ളതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ടുണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, അതായത് ഇപ്പോൾ നമുക്ക് കാഴ്ചക്കുറവ്, ഞാൻ മുന്നേ പറഞ്ഞ പോലെ തന്നെ കാഴ്ചക്കുറവാണെങ്കിൽ സ്പെക്ടക്കിൾ വെച്ച് കറക്റ്റ് ചെയ്യാം, കോണ്ടാക്ട് ലെൻസ് ലേസർ ട്രീറ്റ്മെൻറ്റ് ചെയ്യാം, റിഫ്രാക്റ്റീവ് സർജറീസ് ചെയ്യാം. പക്ഷെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇതിലൂടെയൊന്നും അവർക്ക് ബൈനോക്കുലാരിറ്റി ഉണ്ടാക്കാൻ പറ്റില്ല. വിഷൻ കുറഞ്ഞാൽ നമ്മളെല്ലാവരും അക്സെപ്റ്റ് ചെയ്യും. നമ്മുടെ ബ്രെയിൻ അക്സെപ്റ്റഡ് ആണ്. ഒരു കണ്ണിൽ വിഷനുണ്ട്, മറ്റേ കണ്ണിൽ വിഷനില്ലെങ്കിൽ അക്സെപ്റ്റ് ചെയ്യും. പക്ഷേ ഡിപ്ലോപ്പി എന്ന് പറഞ്ഞ സാധനത്തെ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ തന്നെ ഒന്ന് ആലോചിച്ചാൽ മതിയല്ലോ, ഒരു കണ്ണ് അടച്ചു വെച്ചിട്ട് നമുക്ക് എന്തും ചെയ്യാൻ പറ്റും അല്ലേ? നമ്മളത് ചെയ്യും. ഡെഫിനറ്റ്ലി 1 ആയിട്ടുള്ള പേഷ്യൻസ് വർക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ അവർ 2 ആയിട്ടാണ് കാണുന്നതെങ്കിലോ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അതുതന്നെയാണ് അതിലുള്ളൊരു വ്യത്യാസം. ബൈനോക്കുലർ വിഷൻ കേസസ് സ്ട്രബിസ്മസും ഒക്കെ ഹാൻഡിൽ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്താണ്? ബൈനോക്കുലർ വിഷൻ്റെ പല ടെസ്റ്റുകളും നമ്മൾ ചെയ്യുന്നത് സബ്ജക്റ്റീവായിട്ടാണ്. അതായത് പേഷ്യൻറ്റിൻ്റെ റെസ്പോൺസോടുകൂടി മാത്രമേ നമുക്ക് റെക്കോർഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് അവർക്ക് കൺവീനിയൻ്റ് ആയിട്ട് മനസ്സിലായാൽ മാത്രമേ അവരതനുസരിച്ച് റിപ്ലൈ ചെയ്യുള്ളൂ. എന്നാൽ മാത്രമേ നമുക്ക് കറക്റ്റായിട്ട് ഡയഗ്നോസിസിലേക്ക് എത്താൻ പറ്റുള്ളൂ. ഡയഗ്നോസിസ് കറക്റ്റ് ആയാലേ ഉള്ളൂ മാനേജ്മെൻറ്റ് കറക്റ്റ് ആവുള്ളൂ, പേഷ്യൻറ്റിന് നമ്മൾ വിചാരിച്ച രീതിയിലുള്ള ഔട്ട്കം നമുക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഒരു പ്രാക്ടീഷണർ എന്ന രീതിയിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ കറക്റ്റായിട്ട് പേഷ്യൻറ്റ് മനസ്സിലാവുക, അതിനനുസരിച്ചിട്ട് അവർ റിപ്ലൈ ചെയ്യുക. അതാണ് ബേസിക് ആയിട്ടുള്ള കാര്യം. കോണ്ടാക്ട് ലെൻസിൽ ISELE പോലെ ഓർത്തോപ്റ്റിക്സിലും അതുപോലെ ബൈനോക്കുലർ വിഷനിലും എന്തെങ്കിലും റെലവൻറ്റ് സ്റ്റഡീസോ പ്ലാറ്റ്ഫോമോ ഉണ്ടോ? തീർച്ചയായും ഉണ്ട്. നമ്മളിപ്പോൾ അയാക്കൾ എന്ന് പറയുന്നത് ഇന്റർനാഷണൽ അസോസിയേഷൻ ഫോർ കോണ്ടാക്ട് ലെൻസ് എഡ്യൂക്കേറ്റേഴ്സ് ആണ്. കോണ്ടാക്ട് ലെൻസ് എഡ്യൂക്കേറ്റേഴ്സിൻ്റെ അസോസിയേഷനാണ് അയാക്കൾ എന്ന് പറയുന്നത്. അപ്പോൾ അയാക്കൾ മെമ്പർഷിപ്പ് ആയിട്ടുള്ള ഒരാൾക്ക് മാത്രമേ ഉള്ളൂ അതിൻ്റെ ഫെലോഷിപ്പായ ഫിയാക്കിളിലേക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ കറൻ്റ്ലി അയാക്കൾ എൻറോൾ ചെയ്ത് നിൽക്കുകയാണ്. നെക്സ്റ്റ് ഇയർ എനിക്ക് ഫിയാക്കിൾ അറ്റംപ്റ്റ് ചെയ്യാം. അതേപോലെ തന്നെയാണ് FCOVD എന്ന് പറയും, ഫെല്ലോ ഓഫ് വിഷൻ തെറാപ്പി ഉണ്ട്. അപ്പോൾ അതും നമുക്ക് എന്ന് പറയുന്നത് അത് US ഡിഗ്രിയാണ്. അപ്പോൾ അതിന് അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ട് എൻറോൾ ചെയ്യാൻ വേണ്ടിയിട്ട്. പക്ഷെ നിലവിൽ നമുക്കുണ്ട്. അതല്ലാതെയും നമുക്ക് ഇപ്പോൾ ഇന്റർനാഷണൽ ഓർത്തോകെരാറ്റോളജിക് അസോസിയേഷൻ, ഇന്റർനാഷണൽ സ്ക്ലീറൽ സൊസൈറ്റി ഒക്കെ പോലെ തന്നെ വിഷൻ തെറാപ്പി അല്ലെങ്കിൽ ന്യൂറോപ്റ്റോമെട്രിയിലൊക്കെ അതിൻ്റെ റെലവൻ്റ് ആയിട്ടുള്ള സൊസൈറ്റികൾ നിലവിലുണ്ട്. മാം, ഇപ്പോൾ കോംപ്ലക്സ് ബൈനോക്കുലർ വിഷൻ പ്രോബ്ലംസ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ എങ്ങനെ മാനേജ് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അവരുടെ പ്രൈമറി റീസൺ എന്താണോ അതിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അതിനെ ട്രീറ്റ് ചെയ്യുക. ഇപ്പോൾ നമ്മൾ നോൺ സ്ട്രബിസ്മിക് ആണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നതെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യുന്ന സമയത്തേക്ക് അക്കോമഡേഷൻ അനോമലി ആണോ വെർജൻസ് അനോമലീസി ആണോ ഒക്കെ പ്രൈമറി ആയിട്ടുള്ളത് നോക്കും. പ്രൈമറി റീസണെ ഐഡൻറ്റിഫൈ ചെയ്യുന്നതോടൊപ്പം തന്നെ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ സെക്കൻഡറി ആയിട്ടുള്ളതിനും ചേഞ്ചസ് ഉണ്ടാവും. അങ്ങനെയാണ് നമ്മൾ നോർമൽ കേസിൽ ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരിക്കലും വിഷൻ തെറാപ്പി എന്ന് പറയുന്നത് ഒരിക്കലും ഒരു നോൺ സ്ട്രബിസ്മിക് അനോമലീസിനെ കറക്റ്റ് ചെയ്യലോ ആംബ്ലിയോപ്പിയ കറക്റ്റ് ചെയ്യലോ മാത്രമല്ല. അതിലും നമുക്ക് ഒരുപാടുണ്ട്. ഡിസ്ലെക്സിയ കറക്റ്റ് ചെയ്യാം, പിന്നെ ഹാൻഡ് ഐ കോർഡിനേഷൻസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാം, കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെൻ്റ് ഉണ്ട്, നിസ്റ്റാഗ്മസ് ഉണ്ട്. അപ്പോൾ ഇതൊരു കോംപ്ലക്സ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ കാര്യത്തെയും നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യുമ്പോൾ അതിന് റെലവൻ്റ് ആയിട്ടുള്ള രീതിയിൽ അല്ലെങ്കിൽ അവരുടെ പ്രൈമറി ആയിട്ടുള്ള ഇഷ്യൂ എന്താണോ അതിനെ കറക്റ്റ് ചെയ്യുന്ന രീതിയിലാണ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത്. ബൈനോക്കുലർ വിഷൻ ഡിസോർഡേഴ്സിൽ ഓർത്തോപ്റ്റിക്സ് മാനേജ്മെന്റ് റോൾ എന്തൊക്കെയാണ്? ഞാൻ മുന്നേ പറഞ്ഞിരുന്നു, ഓർത്തോപ്റ്റിക്സിൽ നമ്മൾ ചെയ്യുന്നത് നോൺ സ്ട്രബിസ്മിക് ആണ്. എന്ന് പറഞ്ഞാൽ അക്കോമഡേഷൻ്റെയും വെർജൻസിൻ്റെ അനോമലീസ്. വെർജൻസ് എന്ന് പറയുമ്പോൾ ഏതർ കൺവെർജൻസ് ഓർ ഡൈവർജൻസ്. അപ്പോൾ ഈ അനോമലീസ് ഉള്ള ആളുകൾ, അതായത് അക്കോമഡേഷൻ കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ, അതേപോലെ തന്നെ കൺവെർജൻസ് കൂടിയാലും കുറഞ്ഞാലും ഉണ്ടാവുന്ന ബുദ്ധിമുട്ടുകൾ, ഇതിനെയാണ് നമ്മൾ ഓർത്തോപ്റ്റിക്സിൽ ട്രീറ്റ് ചെയ്യുന്നത്. മാം, നമ്മൾ ഫസ്റ്റ് ആയിട്ട് ഒരു ക്ലിനിക്ക് പ്രാക്ടീസിന് വേണ്ടി പോകുമ്പോൾ നമുക്ക് ഉണ്ടാവുന്ന പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, അതുപോലെ അതെങ്ങനെയാണ് ഓവർകം ചെയ്യാമെന്ന് പറഞ്ഞുതരും?
അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഇത്രയും നിങ്ങൾ ചോദിച്ചതിൽ എനിക്ക് ഭയങ്കര റെലവൻ്റ് ആയിട്ടും ഭയങ്കര താല്പര്യം തോന്നിയ ക്വസ്റ്റ്യൻ ഇതാണ്. വേറെ ഒന്നും കൊണ്ടല്ല, ഇന്നിപ്പോൾ നമുക്കറിയില്ല എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നുള്ളതിനെ കുറിച്ച് കുട്ടികൾക്ക്. ഞാനിപ്പോൾ എൻ്റെ സ്റ്റുഡൻസിനോടാണെങ്കിലും പറയുന്ന കാര്യങ്ങളാണ്. പറയുന്ന കാര്യങ്ങൾ ചെയ്യുക എന്നല്ലാതെ അപ്പുറത്തേക്ക് വേറൊന്നും ഒരു ചെയ്യില്ല, അല്ലേ? നിങ്ങളൊക്കെ അങ്ങനെ തന്നെ ആയിരിക്കാം, എനിക്കറിയില്ല. അതിൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെയാണ് പഠിക്കേണ്ടതെന്നുള്ളത് ഓരോ പേഷ്യൻറ്റും ഓരോ സ്റ്റഡീസാണ്, അല്ലേ? നമ്മുടെ ഫ്രണ്ടിൽ വരുന്ന ഓരോ പേഷ്യൻറ്റും ഓരോ കേസുകളാണ്. അതിൽ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ഫസ്റ്റ് ഒബ്സർവേഷൻ കറക്റ്റ് ആവാം. ഇപ്പോൾ നമ്മൾ ഏറ്റവും ബേസിക് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ പറയാം. നമ്മൾ AR-NCT പോസ്റ്റ് ചെയ്തിട്ടുള്ള ഒരാളാണെങ്കിൽ അവർ ആദ്യം അവിടെ നോക്കുന്ന കാര്യം എന്തായിരിക്കും? ഒന്നുമല്ല. ഫസ്റ്റ് ഇപ്പോൾ പേഷ്യൻ്റ് കെയറിങ്ങിന് അപ്പുറത്തേക്ക് അവർ നോക്കുന്ന കാര്യം എങ്ങനെ മെഷീൻ എടുക്കാം. ഒരു മെഷീൻ എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഗ്രാജുവേറ്റിൻ്റെ ആവശ്യമുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരു ടെക്നീഷ്യൻ മതി, അല്ലേ? അവിടെയാണ് നമ്മുടെ റോള് വരുന്നത്. ആ മെഷീനിൽ നിന്ന് എത്ര ഡേറ്റകൾ കിട്ടുന്നുണ്ട്? മിനിമം 12 to 30 ഡേറ്റ നമുക്ക് നമ്മുടെ ലെൻസോമീറ്റർ അല്ലെങ്കിൽ നമ്മുടെ AR മെഷീനിൽ നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്. നമ്മൾ ആകെ നോക്കുന്നതിൽ എന്താണ്? റിഫ്രാക്റ്റീവ് എററും ആക്സിസും. ഇത് മാത്രമേ നമ്മൾ നോക്കുന്നുള്ളൂ. അപ്പോൾ ഓരോ ഏരിയകളിലും നമുക്ക് ഫോക്കസ് ചെയ്ത് പഠിക്കാൻ ഇഷ്ടംമാതിരി കാര്യങ്ങളുണ്ട്. ഇപ്പം ഞാൻ ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം പറഞ്ഞതാണ്. ഓക്കെ, ഇനി നമ്മൾ റിഫ്രാക്ഷനിലേക്ക് പോവാം. റിഫ്രാക്ഷനിലേക്ക് പോയാൽ നമ്മൾ ബേസിക് ആയിട്ട് പഠിക്കുന്ന കാര്യങ്ങൾ എന്താ? വിഷൻ എടുക്കാനും കറക്റ്റ് ആയിട്ട്, അല്ലേ? അതും പഠിക്കുന്നത് സബ്ജക്റ്റീവ് റിഫ്രാക്ഷൻ ആണ്. പേഷ്യനോട് നമ്മൾ ചോദിക്കുകയാണ് ഇതാണോ നല്ലത്, അതാണോ, അല്ലേ? പേഷ്യന്റിന് നമ്മളൊരു ഓപ്ഷൻ കൊടുത്തിട്ട് പേഷ്യന്റ് നമുക്ക് സജസ്റ്റ് ചെയ്യാണ്. പക്ഷെ പകരം നമ്മൾ മാറിയിട്ട് പേഷ്യന്റ് ഒന്നും പറയുന്നില്ല. നമുക്കൊരു ഡംബായിട്ടുള്ള ഒരാളെ ട്രീറ്റ് ചെയ്യണ്ടേ, ചെറിയ കുട്ടികളെ ട്രീറ്റ് ചെയ്യണ്ടേ. അപ്പം നമ്മൾ ആ സബ്ജക്റ്റീവ് അല്ലാതെയും നമ്മൾ പേഷ്യനെ ട്രീറ്റ് ചെയ്യാൻ പഠിക്കുക. അങ്ങനെ പഠിച്ചാൽ തന്നെ നമ്മൾ എല്ലാ കാര്യങ്ങളും, അതായത് ആര് വന്നാലും നമ്മൾ മാനേജ് ചെയ്യാൻ പഠിക്കും. ഈവൻ ഞാൻ മുന്നേ പറഞ്ഞതുപോലെ തന്നെ സബ്ജക്റ്റീവായിട്ട് റിഫ്രാക്ഷൻ ചെയ്യുന്ന സമയത്ത് നമ്മൾ പേഷ്യൻ്റെ റെസ്പോണ്ട് ഉണ്ട്. പേഷ്യൻ്റ് അപ്പം നമ്മളോട് ഓക്കെ പറയും, അല്ലേ? ഇനി ഈവൻ അവരൊരു സ്യൂഡോമയോപ്പിക് ആണെങ്കിലും പേഷ്യൻ്റ് ആക്ച്വലി AR നമുക്ക് തന്നു പേഷ്യൻ്റ് മയോപ്പിക് ആണെന്ന്, നമ്മളത് ഇട്ട് കൊടുത്തു, പേഷ്യനെ കൊണ്ട് വായിപ്പിച്ചു. പക്ഷേ പേഷ്യൻ്റ് അതൊരു സ്യൂഡോമയോപ്പിക് ആണെങ്കിലോ? അപ്പം നമ്മൾ ആ ഒബ്ജക്റ്റീവ് റെറ്റിനോസ്കോപ്പി നമുക്ക് അറിയാമെങ്കിൽ നമ്മൾ അവിടെ അത് എന്ത് ചെയ്യും? റൂൾ ഔട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ആ എററുകൾ നമുക്ക് അവിടെ എന്ത് ചെയ്യാൻ പറ്റും? പുറത്തേക്ക് പോകാതെ പേഷ്യൻ്റ് ആ എറർ നമുക്ക് കറക്റ്റ് ചെയ്തിട്ട് വിടാൻ പറ്റും. പകരം നമ്മൾ എന്താ ചെയ്യുന്നത്? മെഷീൻ എന്താണോ തരുന്നത് അത് നമ്മൾ ട്രയൽ ഫ്രെയിമിൽ ഇട്ട് കൊടുത്തു, പേഷ്യൻറ്റിനെ വായിപ്പിക്കുന്നു, പേഷ്യൻ്റ് പോകുന്നു. അത് മാറ്റിയിട്ട് ഓരോ കേസും പഠിക്കുമ്പോഴും അതിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അനലൈസ് ചെയ്യുക, ഓരോ വാല്യൂസിനെയും അനലൈസ് ചെയ്ത് പഠിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. നമ്മൾ ഈ പഠിക്കുന്ന 4 വർഷമൊന്നും പോരാതെ വരും ഒരു ഒപ്റ്റോമെട്രി പഠിക്കാനായിട്ട്. ഓക്കെ, ആംബ്ലോപ്പിയ മാനേജ്മെന്റിൽ മോസ്റ്റ് എഫക്റ്റീവ് ആയിട്ടുള്ള തെറാപ്പീസ്. ആംബ്ലിയോപ്പിയ ട്രീറ്റ്മെന്റിനെ കുറിച്ച് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ മുൻകാലങ്ങളിൽ ചെയ്തിട്ടുണ്ടെന്ന് വെച്ചാൽ ആംബ്ലിയോപ്പിയുടെ തെറാപ്പിയുടെ സ്റ്റെപ്സ് വരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണോ റീസൺ അതിനെ ആദ്യം ഐഡന്റിഫൈ ചെയ്യുക. എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ് എറർ ആണെങ്കിൽ അതിനെ കറക്റ്റ് സൈക്ലോപെജിക് റിഫ്രാക്ഷൻ ചെയ്തിട്ട് റിഫ്രാക്ഷനെ കറക്റ്റ് ചെയ്യുക. ഇനി അതല്ല സ്ട്രബിസ്മസ് ആണെങ്കിൽ സ്പിൻ സർജറി ചെയ്യുക. ഇനി മീഡിയൽ ഒപ്പാസിറ്റി ആണെങ്കിൽ അതിനെ കറക്റ്റ് ചെയ്യുക. അതായിരുന്നു നമ്മൾ ആദ്യം ചെയ്തിട്ടുണ്ടിരുന്നത്. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും? വീക്കർ ഐനെ പുഷ് ചെയ്യും. അതായത് നിങ്ങൾ ഈ കണ്ണുകൊണ്ട് വർക്ക് ചെയ്യൂ, അല്ലെങ്കിൽ ആംബ്ലിയോപ്പിയ ആകുമ്പോൾ നമുക്കറിയാം സ്വാഭാവികമായിട്ട് അവർക്ക് ബൈനോക്കുലാരിറ്റി ഉണ്ടാവില്ല. നമ്മൾ പുഷ് ചെയ്തിട്ട് വീക്കർ ഐനെ വർക്ക് ചെയ്യിപ്പിക്കുക എന്നായിരുന്നു നമ്മൾ മുന്നേ കാലങ്ങളിലെ സ്ട്രാറ്റജി. എന്നാൽ അത് മാറിയിട്ട് ഇപ്പം നമ്മൾ ഡൈക്കോപ്റ്റിക്സ് തെറാപ്പിയാണ് യൂസ് ചെയ്യുന്നത്. ഡൈക്കോപ്റ്റിക്സ് എന്ന് പറയുമ്പോൾ അതിൻ്റെ പ്രയത്നം എന്താണ്? 2 കണ്ണിനെയും ഒരുമിച്ചിട്ടാണ്. മറ്റേതെന്താ നമ്മൾ ചെയ്യണേ? വീക്കർ ഐ ആയിട്ടുള്ള ഐനെ കൂടുതൽ വർക്ക് ചെയ്യിപ്പിക്കും, അല്ലെ? നല്ല കണ്ണിനെ നമ്മൾ പാച്ച് ചെയ്തിട്ടോ അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഒക്ലൂഡ് ചെയ്തിട്ടോ വെച്ചിട്ട് ഒരു 3 hours 4 hours നമ്മൾ വീക്കർ ഐനെ വർക്ക് ചെയ്യിപ്പിക്കുകയായിരുന്നു. അപ്പൊ എന്താ അതിലുള്ള ഒരു ഡ്രോബാക്ക് ഞാൻ കണ്ടിരുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ സമയം 2 കണ്ണും ഒരുമിച്ചിട്ടല്ലേ ഇരിക്കണേ. അപ്പൊ 2 കണ്ണും ഒരുമിച്ച് വർക്ക് ചെയ്യുന്ന സമയത്ത് എങ്ങനെ ഉണ്ടാവുക? നമ്മളുടെ നല്ല കണ്ണ് തന്നെ വീണ്ടും കൂടുതലായിട്ട് വർക്ക് ചെയ്യും, അല്ലെ? നമ്മൾ ഈ ഡൈക്കോപ്റ്റിക് തെറാപ്പിയിൽ ചെയ്യുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വീക്കർ ഐനെയും ഗുഡ് ഐനെയും ഒരുമിച്ചിട്ട് വർക്ക് ചെയ്യാനായിട്ടാണ് നമ്മൾ ഇമ്പൾസ് കൊടുക്കുന്നത്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ സോഫ്റ്റ്വെയർ ബേസ്ഡ് തെറാപ്പിയാണ് വരുന്നത്. അബേറ്റ് നമ്മൾ പെരിന്തൽമണ്ണ നമ്മുടെ അബേറ്റിന്റെ എല്ലാ ബ്രാഞ്ചുകളിലും നിലവിൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ സോഫ്റ്റ്വെയർസും നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അതിൽ ഇത്രയും നമ്മൾ ചെയ്യുന്നുള്ളൂ. റെഡും ഗ്രീനും അല്ലെങ്കിൽ റെഡും ബ്ലൂ ആയിട്ടുള്ള 2 സ്റ്റിമുലസുകൾ നമ്മുടെ 2 കണ്ണിൽ കൊടുക്കും. അതായത് ഗൂഗിൾസ് ഉപയോഗിക്കുകയാണ്, അനൽഗ്ലിഫ് ഗൂഗിൾസ് ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അപ്പൊ സ്ക്രീനിലുള്ള റെഡിനെ അവർ റൈറ്റ് ഐ കൊണ്ടേ കാണുള്ളൂ, സ്ക്രീനിലുള്ള ബ്ലൂവിനെ അവർ ലെഫ്റ്റ് ഐ കൊണ്ടേ കാണുള്ളൂ. ഇപ്പൊ ഗെയിംസ് ആണ് ചെയ്യുന്നത്. ഇപ്പൊ ഗെയിംസ് വിൻ ചെയ്യണമെങ്കിൽ അവരെന്തായാലും 2 കണ്ണും ഒരുമിച്ച് വർക്ക് ചെയ്യണം. അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ഒരു ഗെയിം ഞാൻ പറയാം.
ഇപ്പോൾ നമ്മൾ നോക്കിയ ഫോണിലൊക്കെ കളിച്ചിരിക്കുന്ന പോലെ അല്ലേ, സ്നേക്കും ഒരു ആപ്പിളും. അപ്പൊ ആപ്പിൾ റെഡ് ആണെങ്കിൽ സ്നേക്ക് ബ്ലൂ ആവണം, എന്നാൽ മാത്രമാണ് ആ റെഡ് ആപ്പിളിന്റെ അടുത്തേക്ക് നമ്മൾ സ്നേക്കിനെ എടുത്തുള്ളൂ. അപ്പൊ റൈറ്റ് ഐ കൊണ്ട് അവർ ആപ്പിളിനെ കാണും, ലെഫ്റ്റ് കണ്ട് അവർ എന്ത് കാണും, സ്നേക്കിനെ കാണും. ആ രീതിയിലാണ് നമ്മൾ ആ ഡൈക്കോപ്റ്റിക്സ് തെറാപ്പി ചെയ്യുന്നത്. പിന്നെ വിട്ടുപോയൊരു കാര്യമാണ്, നമ്മൾ VR ഹെഡ്സെറ്റുകൾ ഉണ്ടല്ലോ, VR ഹെഡ്സെറ്റുകൾ വെച്ചിട്ടും നമുക്ക് വിഷൻ തെറാപ്പി ചെയ്യുന്ന രീതിയിലേക്ക് നമുക്ക് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്ത് വന്നിട്ടുണ്ട്. അതും ബൈനോക്കുലറി ആയിട്ട് തന്നെയാണ് ചെയ്യുന്നത്. മാം, ഈ BSc അതേപോലെ സ്ട്രാബിസ്മസ് ഓർത്തോപ്റ്റിക്സിലൊക്കെ സ്പെഷ്യലൈസേഷൻ എടുക്കാൻ താല്പര്യപ്പെടുന്ന ഒപ്റ്റോമെട്രിസ്റ്റിന് മാമിന് കൊടുക്കാനുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ അഡ്വൈസ് എന്താണ്? ഫസ്റ്റ് പറയിച്ചിട്ടുണ്ടെങ്കിൽ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക. നിങ്ങൾ എത്ര പേർക്ക് BSc ഇഷ്ടമാണ്? ആത്മാർത്ഥമായി പറഞ്ഞ എത്ര പേർക്ക് ഇഷ്ടമാണ്? ആണല്ലേ, നമ്മൾ എത്ര പേരെ ഉള്ളതാ? 6 പേരിൽ നമുക്ക് ഒരാൾക്ക് സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളതാണ്. കാരണം തിയറിയിൽ നിന്ന് തന്നെ പ്രാക്ടിക്കൽസ് ഒക്കെ ഉണ്ടായിട്ടുള്ളൂ അല്ലേ, അല്ലാണ്ട് പ്രാക്ടിക്കൽ ഉണ്ടായിട്ട് നമ്മൾ തിയറി ഉണ്ടാക്കിയിട്ടില്ല, തിയറിയിൽ നിന്നാണ്. അപ്പോൾ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക. പിന്നെ അതിനോടൊപ്പം തന്നെ നമ്മുടെ ബേസിക് ഡിഗ്രിയോടൊപ്പം തന്നെ അതിൻ്റെതായിട്ടുള്ള ഫെലോഷിപ്പുകളുണ്ട്. ഇപ്പോൾ പീഡിയാട്രിക് ഒപ്റ്റോമെട്രിയിലാണെങ്കിൽ പീഡിയാട്രിക് ഫെലോഷിപ്പ്, വിഷൻ തെറാപ്പി ഫെലോഷിപ്പ്, ഇനി ആംബ്ലിയോപ്പിയയിലാണെങ്കിൽ അതുപോലെ തന്നെ ഏതാണോ റെലവൻറ്റ് ഫീൽഡ്, ഇതിലെല്ലാം മുൻകാലങ്ങളിലെല്ലാം നമ്മൾ എന്താ ചെയ്തുകൊണ്ടിരിക്കുക, നമുക്ക് കണ്ണിന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊരു ഒപ്റ്റോമെട്രിസ്റ്റ് അല്ലെങ്കിൽ ഒരു ഒഫ്താൽമോളജിസ്റ്റിനെ പോയി കാണും. അവിടെ ചെന്നാൽ അവർ കാഴ്ച കാര്യങ്ങളെല്ലാം പരിശോധിക്കും അല്ലേ. ഇന്ന് അങ്ങനെയല്ല, ഇന്ന് ഓരോ ഏരിയക്ക് സ്പെഷ്യാലിറ്റി ഉണ്ട്. നമ്മളുടെ നാട്ടിൽ തന്നെ ഒരു ഡോക്ടർ ഉണ്ടാവും, അവർ ചിലപ്പോൾ സ്കിന്നും നോക്കുന്നുണ്ടാവും, ജനറൽ മെഡിസിനും നോക്കുന്നുണ്ടാവും, കണ്ണും നോക്കുന്നുണ്ട്, ഇയർ അല്ല, എല്ലാ ഡിപ്പാർട്ട്മെന്റും നോക്കിയിരുന്നു പഴയ കാലത്ത്. ഇന്ന് അങ്ങനെയല്ലല്ലോ. ഇന്നിപ്പോൾ നമുക്ക് ഏറ്റവും ബേസിക് ആയിട്ട് നമ്മളെടുത്ത് പറയുകയാണെങ്കിൽ തന്നെ നമുക്കിപ്പോൾ കൃഷ്ണമണിയിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നു, നമ്മളൊരു ഒഫ്താലിനെ ആയിരിക്കില്ലല്ലോ കാണിക്കുക, നമ്മൾ ആരെ കാണിക്കുക, ഒരു കോർണിയ സ്പെഷ്യലിസ്റ്റിനെ കാണിക്കും. റെറ്റിനയ്ക്ക് വന്ന് നമ്മൾ ഒരു ഒഫ്താലിനാണോ? അല്ല, അവരായിരിക്കും ഒഫ്താലിന് പുറമെ അവരെന്തായിരിക്കും, റെറ്റിന സ്പെഷ്യലൈസേഷൻ ഉള്ളവരായിരിക്കും. അതേപോലെ തന്നെയാണ് ഇന്നിപ്പോൾ ഒപ്റ്റോമെട്രിയിലും. അവർക്ക് വിഷൻ തെറാപ്പി അല്ലെങ്കിൽ അവർക്ക് സ്കിൻ്റെ ഉള്ള ആളുകളാണെങ്കിൽ ഒരു വിഷൻ തെറാപ്പിസ്റ്റിനെ അല്ലെങ്കിൽ ഒരു ഓർത്തോപ്റ്റിസ്റ്റിനെ കാണിക്കും. ഒരു അനൈസോമെട്രോപ്പി ഉള്ള ഒരാളാണെങ്കിൽ കോണ്ടാലൻസ് സ്പെഷ്യലിസ്റ്റിനെ കാണിക്കും. ഒരു കെരാറ്റോകോണസ് ആണെങ്കിൽ ഒരു സ്പെഷ്യാലിറ്റി കോണ്ടാലൻസ് പ്രാക്ടീഷണറെ കാണിക്കും. അപ്പോൾ ഇതിലൊക്കെ റെലവൻ്റ് ആയിട്ടുള്ള ഫെലോഷിപ്പുകളുണ്ട്. ബേസിക് ഡിഗ്രി കഴിഞ്ഞിട്ട് PG ചെയ്യാം. ഇനി അതല്ല എങ്കിൽ നമ്മളിപ്പോൾ ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി കോഴ്സുകളുണ്ട് അല്ലേ, ഒപ്റ്റോമെട്രിയിൽ ഡോക്ടർ പ്രോഗ്രാമുകളുണ്ട്, അതിലേക്ക് ജോയിൻ ചെയ്യാം. ഇനി ഫെലോഷിപ്പുകളുണ്ട്. ഇതൊക്കെയാണ് നമുക്കുള്ള പാത്തുകൾ. ഓക്കെ, PhD കാര്യങ്ങളായിട്ട് നമ്മൾ പോകുമ്പോൾ അവർക്ക് എവിടെയാണ് ഇമ്പോർട്ടൻസ് വരുന്നത്? അക്കാദമിക്സ് ആണ് അല്ലേ. ഒരു കോളേജിലേക്ക് നമുക്കൊരു എൻട്രി കിട്ടണം, നമ്മൾ ഇത് കഴിഞ്ഞാൽ ഒരു അക്കാദമിക് പെർഫോമൻസ് വേണം. അതായത് നമ്മളൊരു ടീച്ചിങ് ഫീൽഡിലേക്ക് പോകുമ്പോൾ നമുക്ക് അവിടെ PG വേണം അല്ലെ, MSc ഉണ്ടാവണം, അല്ലെങ്കിൽ PhD എന്നുള്ളത് നിർബന്ധമായിട്ടുള്ള കാര്യമാണ്. പകരം നമുക്ക് മാറിയിട്ട് ഒരു ക്ലിനിക്കിലാണ്, നമുക്ക് ക്ലിനിക്കൽ പ്രാക്ടീസ് ആണ് വേണമെങ്കിൽ അവിടെ എന്താ വേണ്ടി വരിക, റെലവൻറ്റ് ഫീൽഡിലുള്ള ഫെലോഷിപ്പുകൾ അല്ലെങ്കിൽ ഡോക്ടർ ഓഫ് ഒപ്റ്റോമെട്രി പോലെയുള്ള ഡിഗ്രികളാണ് അവിടെ ഇമ്പോർട്ടൻസ്. ഒരു ഒപ്റ്റോമെട്രി സ്റ്റുഡൻസ് ആയ ഞങ്ങൾക്ക് എന്തൊക്കെ മോട്ടിവേഷൻ മെസ്സേജ് നമ്മൾ പേഷ്യൻസിനെ ഇഷ്ടപ്പെടുക അല്ലേ, ഞാൻ പറഞ്ഞ പോലെ സബ്ജക്റ്റിനെ ഇഷ്ടപ്പെടുക എന്നുള്ളത് തന്നെ പ്രാക്ടീഷൻ നമ്മൾ ആദ്യം തീരുമാനിക്കണം. നെക്സ്റ്റ് നമ്മൾ എന്താണെന്നുള്ളത് നമ്മൾ ഇപ്പോഴേ തീരുമാനിക്കണം. ഫൈനൽ ഇയർ ആകുമ്പോൾ നമുക്കൊരു ഐഡിയ ഉണ്ടാവണം, ഞാൻ അക്കാദമിക് ആയിട്ട് പോകുമോ അല്ലെങ്കിൽ ഞാൻ പ്രാക്ടീഷണർ ആവോ, ക്ലിനിക്കൽ പെർഫോമൻസ് ആയിരിക്കുമോ കാഴ്ചവെക്കേണ്ടതെന്ന് അവിടെ നിന്ന് തീരുമാനിക്കാം. ഇനി നമുക്ക് താല്പര്യം ഒരു കോളേജിൽ വർക്ക് ചെയ്യാനാണ്, ഒരു അക്കാദമിക് ലെവലിലാണെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, MSc എടുക്കുക, അതുമായിട്ട് മുന്നോട്ട് പോവുക. അതല്ല നമുക്ക് ഹോസ്പിറ്റൽ ഫീൽഡിലാണ്, എനിക്ക് പേഷ്യൻറ്റിനെ കാണണം, പേഷ്യൻസിനെ ട്രീറ്റ് ചെയ്യണം, ഞാൻ PG കഴിഞ്ഞ ഒരാളാണ്, എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നുള്ളത് എന്നും പേഷ്യൻ്റ് തന്നെയാണ്. ഞാൻ ക്ലാസ് എടുക്കുന്നുണ്ട്, ഓക്കെ, ഞാൻ 3rd ഇയേഴ്സിന് BSc ഞാൻ തന്നെയാണ് ഹാൻഡിൽ ചെയ്യുന്നത്. പക്ഷെ എന്നിരുന്നാൽ പോലും എൻ്റെ പ്രൈമറി കൺസേൺ എന്നുള്ളത് എപ്പോഴും പേഷ്യൻ്റ് തന്നെയാണ്. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ PG കഴിഞ്ഞിട്ടും ഞാൻ എൻ്റെ രീതിയിലുള്ള സൂപ്പർ സ്പെഷ്യാലിറ്റിയിലേക്ക് മൂവ് ചെയ്തത്. അപ്പം നിങ്ങൾക്കും തീരുമാനിക്കാം. എവിടെ നിന്ന് തീരുമാനിക്കണം? നമ്മുടെ കോഴ്സ് കഴിയുന്നതിന് മുന്നേ നമ്മൾ തീരുമാനിക്കണം നെക്സ്റ്റ് ഞാൻ എന്താ ചെയ്യേണ്ടത്. പ്രാക്ടീഷണർ ആകാനാണ് ആഗ്രഹമെങ്കിൽ റെലവൻ്റ് ആയിട്ടുള്ള ഫീൽഡുകൾ, ഇപ്പോൾ ഒപ്റ്റോമെട്രിയിൽ ഒരുപാട് റെലവൻ്റ് ഏരിയകളുണ്ട്. എന്തൊക്കെ വിഷൻ തെറാപ്പി ഉണ്ട്, ലോ വിഷൻ ഉണ്ട്, ഒക്യുപ്പേഷണൽ തെറാപ്പി ഉണ്ട്, കോണ്ടാലൻസ് ഉണ്ട്, ബിഹേവിയറൽ തെറാപ്പി ഉണ്ട്, ഒരുപാട് ഏരിയാസ് ഉണ്ട്. അപ്പോൾ ഏതാണോ നമുക്ക് വേണ്ടതെന്നുള്ളത് കണ്ടുപിടിക്കുക, അതിൽ അതിൻ്റെതായിട്ടുള്ള ഫെലോഷിപ്പുകളുണ്ട് അല്ലെങ്കിൽ ഹയർ ഡിഗ്രികളുണ്ട്, അതിലേക്ക് മൂവ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം ചെയ്യാനായിട്ട്. ഈ പ്രൊഫഷനിൽ വർക്ക് ലൈഫ് എങ്ങനെയാണ് ബാലൻസ് ചെയ്ത് കൊണ്ടുപോകുന്നത്? വർക്ക് ലൈഫിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഞാൻ പഠിച്ചതും വർക്ക് ചെയ്യുന്നതും എൻ്റെ സപ്പോർട്ടൊക്കെ കംപ്ലീറ്റ്ലി അബേറ്റാണ്. അപ്പോൾ എൻ്റെ എല്ലാ സമയത്തും അബേറ്റ് തരുന്ന സപ്പോർട്ട് എന്നുള്ളത് വളരെ, ഞാനിപ്പോൾ ഡ്യൂട്ടിയിലാണ് അല്ലേ,
നിങ്ങളിങ്ങനെ വരുന്നു എന്ന് പറഞ്ഞു. ഞാൻ ആ സമയത്ത് എനിക്ക് അതിനനുസരിച്ച് ഇറങ്ങാനായിട്ടുള്ള പെർമിഷൻ എൻ്റെ മാനേജ്മെൻറ്റ് തന്നതുകൊണ്ടാണ് എനിക്ക് ഈ സമയം നിങ്ങളോടൊപ്പം ചിലവഴിക്കാൻ പറ്റുന്നത്. അതേപോലെ തന്നെയാണ് എനിക്ക് എൻ്റെ മോന് ജസ്റ്റ് 1 ഇയർ ആയിട്ടുള്ളൂ. ലാസ്റ്റ് മന്തായിരുന്നു 1 ഇയർ ആയത്. അവന് ഏകദേശം 3 മന്ത് ആയപ്പോൾ തന്നെ ഞാൻ ഡ്യൂട്ടിയിൽ റീജോയിൻ ചെയ്തു. അത് സാധിക്കുന്നത് എൻ്റെ ഫാമിലി എന്നുള്ള സപ്പോർട്ടാണ്. എൻ്റെ ഫാമിലി, അച്ഛൻ, അമ്മ, അനിയത്തി, ഹസ്ബൻഡ്, ഇവരെല്ലാവരും എൻ്റെ കരിയറിന് വേണ്ട, അതായത് ഒന്നിനു വേണ്ടി ഒരു മാറ്റി വെക്കാൻ സാറില്ല. എന്താണോ നിനക്ക് നിന്റെ കരിയറിന് വേണ്ടി ചെയ്യാൻ, ആ ഒരു സപ്പോർട്ട് എല്ലാ സമയത്തും ഉണ്ട്. എൻ്റെ ഹസ്ബൻഡ് ഒപ്റ്റോമെട്രിസ്റ്റ് ആണ്. അപ്പോൾ ആളുടെ ഭാഗത്തുനിന്ന് എനിക്ക് കുറച്ചുകൂടെ കൺവീനിയൻ്റ് ആണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ ലാസ്റ്റ് ഒരു 3 days 4 days നമ്മൾ ചെന്നൈയിലൊരു CMAയിലായിരുന്നു, ശങ്കര നേത്രാലയം നടത്തിയ. അപ്പോൾ മോൻ അമ്മയുടെ ഒപ്പമായിരുന്നു. 1 ഇയർ ആയിട്ടുള്ളൂ, അമ്മയുടെ ഒപ്പമായിരുന്നു. പക്ഷേ അതിലൊന്നും നമുക്കൊരു കോംപ്രമൈസ് ചെയ്യേണ്ടി വരാറില്ല. അവനും പറഞ്ഞ പോലെ തന്നെ 1 ഇയർ ആയിട്ടുള്ള മോനും എനിക്ക് വേണ്ടി ഒരുപാട് സപ്പോർട്ടുകൾ ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുറ്റുമുള്ള ആൾക്കാരെല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ് ആ ഒരു ബാലൻസ് ചെയ്ത് പോകാൻ പറ്റുന്നത്. ഡെലിവറിയുടെ തൊട്ട് മുന്നത്തെ ദിവസം വരെ ഞാൻ വർക്ക് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അത് എൻ്റെ മാനേജ്മെൻറ്റ് തരുന്ന സപ്പോർട്ടാണ്. 3 മന്തിൽ കറക്റ്റ് എനിക്ക് 3 മന്തിൽ റീജോയിൻ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. അതെൻ്റെ ഫാമിലി സപ്പോർട്ടാണ്. പിന്നെ എൻ്റെ ഒപ്പം വർക്ക് ചെയ്യുന്ന ഓരോ സ്റ്റാഫുകളും എന്നോടൊപ്പം തന്നെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒറ്റയ്ക്ക് വർക്ക് ചെയ്തതായിട്ടൊരു ഫീൽ എനിക്കില്ല. ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് കുറച്ചുകൂടി ഈസി ആയിട്ട് പോകുന്നു. മാമിന്റെ എക്സ്പീരിയൻസിൽ മാമിന്റെ ഒരു ക്ലിനിക്കൽ പ്രാക്ടീസിൽ ഏറ്റവും അങ്ങനെ ഫേവറേറ്റ് ആയിട്ടൊരു എന്താ പറയുക പേഷ്യൻസ് ആയിട്ടുള്ള എന്തൊരു ഇൻട്രാക്ഷനോ അങ്ങനെ കേസ് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഷെയർ ചെയ്യുമോ? ഒത്തിരി എക്സ്പീരിയൻസ് ഉണ്ട് കേട്ടോ. അപ്പോൾ ഇയാൾ ചോദിക്കുമ്പോൾ തന്നെ എനിക്ക് ആദ്യം പറ്റുന്നത് ഭയങ്കര ആൾക്കാർ എത്ര എന്താ പറയുക, എത്ര ബുദ്ധിപരമായിട്ടാണ് നീങ്ങുന്നുള്ളതിനെ കുറിച്ചിട്ടാണ്. അതിനൊരു ഫസ്റ്റ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, ഞാൻ മുന്നേ പറഞ്ഞു ഞാനിപ്പോൾ BSv എന്നുള്ളതായതുകൊണ്ട് തന്നെ ഡിപ്ലോപ്പിയ തുടങ്ങാം അല്ലേ. ഞാൻ പറഞ്ഞു വിഷം എന്ന് പറഞ്ഞാലും നമ്മൾ അക്സെപ്റ്റ് ചെയ്യും, നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, 2 എണ്ണമായിട്ട് കണ്ടാൽ അക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഒരു 5 years ബാക്ക് ഉണ്ടായ ഒരു എക്സ്പീരിയൻസ് ആണ്. ഒരു 35 years ഓൾഡ് ആണ് ഉപ്പയ്ക്ക്. ഉപ്പ വന്ന സമയത്തേക്ക് ഒരു പ്ലാസ്റ്റിക് കവറാണ് അവരുടെ സ്പെക്സിൻ്റെ മേലെ റാപ്പ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. അതായത് ഒരു സ്പെക്സിൻ്റെ മേലെ, അതായത് ഒരു കണ്ണ് അവർ എന്ത് ചെയ്തിരിക്കും, ഒക്ലൂഡ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അവർ വരികയാണ്. അപ്പോൾ വന്നിരിക്കാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് ഡിപ്ലോപ്പിയാണ് കംപ്ലൈൻറ്റ്. അപ്പോൾ ഒരു വീട്ടിലിരുന്നിട്ട് ഗേറ്റിലേക്ക് നോക്കുമ്പോൾ, ഓരോ കണ്ണും അടച്ചു വെച്ച് നോക്കുമ്പോൾ അവർക്ക് ഡിപ്ലോപ്പിയ പോകുന്നതായിട്ട് മനസ്സിലായി. 2 കണ്ണും വെച്ച് നോക്കുമ്പോഴല്ലേ ഡിപ്ലോപ്പിയ ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർക്ക് മനസ്സിലായി. അപ്പോൾ അവരെന്താ ചെയ്തതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കണ്ണ് അടച്ചു വെച്ചു. ഒരു കണ്ണ് അടച്ചു വെച്ചപ്പോൾ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, കാഴ്ച കുറവാണ്. അപ്പോൾ ഒരു മറ്റേ കണ്ണ് അടച്ചു വെച്ച് നോക്കുമ്പോൾ ഡിപ്ലോപ്പിയം മാറുന്നുണ്ട്, കാഴ്ചയുണ്ട്. അതായത് ബെറ്റർ വിഷ്വൽ അക്യൂറ്റിയുള്ള കണ്ണ് കൊണ്ട് എന്ത് ചെയ്തു, അവർ വർക്ക് ചെയ്തിട്ട് മറ്റേ കണ്ണിനെ അവർ അടച്ചു വെച്ചു. അപ്പം നമ്മളാണേലും എന്താ ചെയ്യുക, അല്ലേ, നമ്മൾ ട്രാൻസ്ലൂസൻറ്റ് സ്പെക്ടക്കിൾസ് കൊടുത്തിട്ട് എന്ത് ചെയ്യും, അല്ലെങ്കിൽ നമ്മൾ ഒക്ലൂഡർ വെച്ചിട്ട് ഒക്ലൂഡ് ചെയ്ത് വിടുകയാണ് ഡിപ്ലോപ്പിയൊക്കെ ചെയ്യുന്നത്. പക്ഷെ പേഷ്യൻ്റ് അത് ചെയ്തപ്പോൾ, അല്ലെങ്കിൽ ഉപ്പ അത് ചെയ്തപ്പോൾ ഉപ്പയ്ക്ക് മനസ്സിലായി 2 എണ്ണമായിട്ട് കാണുന്നത് മാറുന്നു എന്നുള്ളത്. അപ്പം ഞാൻ ചോദിച്ചു, നിങ്ങളോട് ആരെങ്കിലും പറഞ്ഞിട്ടാണോ നിങ്ങൾ ചെയ്തത്? അല്ല മോളെ, ഞാൻ അങ്ങനെ ചെയ്തപ്പോൾ എനിക്കത് മാറി, അപ്പം ഞാൻ അടച്ചു വെച്ചു. അപ്പോൾ നോർമലി ഒരു പോളിത്തീൻ കവർ കൊണ്ടിട്ടാണ് അവരത് അടച്ചു വെച്ചിരിക്കുന്നത്. പകരം മാറിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ അതിനെ ട്രാൻസ്ലൂസൻ്റ് ആക്കി കൊടുത്തു. അപ്പോൾ അതെനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ ലാസ്റ്റ് മന്ത് ഉണ്ടായ ഒരു കാര്യം പറയാം, എക്സ്പീരിയൻസ്. നമ്മളിവിടെ അബേറ്റിൽ കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് കൂടെ ഇപ്പോൾ ട്രീറ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പം ഞാൻ ഒരിക്കലും ഒരു കാര്യത്തിൽ സ്റ്റക്കായിട്ട് നിൽക്കാറില്ല. അതുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങൾ മുന്നേ ചോദിച്ച പോലെ അയാക്കൾ എൻ്റെ പേരിനൊപ്പം വന്നത്. വിഷൻ തെറാപ്പി ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ എന്നാൽ കോണ്ടാലൻസിൽ കൂടെ, ഹസ്ബൻഡ് ഫിയാക്കിൾ കോണ്ടാലൻസ് പ്രാക്ടീഷനാണ്, ആൾ ഫിയാക്കിളാണ്, ക്ലിയറൽ സൊസൈറ്റി മെമ്പറൊക്കെയാണ്. അപ്പോൾ 8 വർഷത്തോട് ഞങ്ങൾ അറിയാമെങ്കിൽ ഒരിക്കലും കോണ്ടാലൻസിനോട് വലിയ ഇഷ്ടമൊന്നും തോന്നിയിട്ടില്ല. ഞാൻ എപ്പോഴും ബൈനോക്കുലർ വിഷനിൽ തന്നെ മതി. പല ഭാഗത്തുനിന്നും പല ഡിപ്പാർട്ട്മെൻറ്റ്സിൽ ഓഫേഴ്സ് വന്നിട്ടും കേരളത്തിൽ എൻ്റേതായിട്ടുള്ള ഇത് വിഷൻ തെറാപ്പിയിൽ അല്ലെങ്കിൽ ബൈനോക്കുലർ വിഷനിൽ കാണിക്കണം എന്നുള്ളതുകൊണ്ട് മാത്രമാണ് അതിൽ സ്റ്റക്കായിട്ട് നിന്നത്. അപ്പോൾ അതിൽ കുറച്ച് എസ്റ്റാബ്ലിഷ്ഡ് ആയി, അല്ലെങ്കിൽ എനിക്ക് അതിൽ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്തു എന്ന് തോന്നിയപ്പോൾ ഞാൻ അടുത്ത് ചെയ്തതാണെന്ന കോർട്ടിക്കൽ. നമുക്കിപ്പോൾ നിലവിലിവിടെ കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് ക്ലിനിക്കുകളൊന്നുമില്ല അല്ലേ. അറ്റ് ബർത്തുകളിൽ കുട്ടി പല കോംപ്ലിക്കേഷൻസ്, അമ്മയ്ക്ക് ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് ആവാം, കുട്ടികൾക്ക് ഉണ്ടാവുന്ന ബർത്തിൽ ഉണ്ടാവുന്ന കോംപ്ലിക്കേഷൻസ് കൊണ്ടിട്ട് കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് ഉണ്ടാവും. അപ്പോൾ ഇത് നമ്മളുടെ നാട്ടിൽ നിന്നൊക്കെ ഇപ്പോഴും ട്രീറ്റ് ചെയ്യാൻ വിടുന്നത് ശങ്കര, അരവിന്ദ്, LV പ്രസാദ് പോലെ കോയമ്പത്തൂരിലേക്കൊക്കെയാണ്.
അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോഴാണ് എന്തുകൊണ്ട് നമുക്കത് സ്റ്റാർട്ട് ചെയ്തുകൂടാ എന്ന് തോന്നുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാനൊരു ഇപ്പോൾ അടുത്തിടെ ഒരു കുട്ടിയെ ട്രീറ്റ് ചെയ്തു. അപ്പോൾ അവൻ്റെ ഉമ്മ എന്ന് പറയുന്നത് ഒരു സ്റ്റാഫ് നേഴ്സാണ്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ സ്റ്റാഫ് നേഴ്സാണ്. അപ്പോൾ അവർ സ്പീച്ചിങ്ങിനായിട്ടും ഫിസിയോതെറാപ്പി ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. പക്ഷെ അവർക്ക് അതിൽ വിഷനിലുള്ള റോൾ അവർക്ക് ഇപ്പോഴും അറിയത്തില്ല, അവരോട് ആരും പറഞ്ഞിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ എന്ന് ചോദിച്ചിട്ട് അവൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ വരുന്ന സമയത്ത് അവൻ ഒരിക്കലും ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുന്നില്ല. അപ്പം ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോഴും നിങ്ങൾ എന്നോട് സംസാരിക്കുമ്പോഴും അല്ലേ നമ്മൾ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യുമ്പോഴല്ലേ ആ കോൺവെർസേഷൻ വളരെ ബ്യൂട്ടിഫുൾ ആവണത്. അവൻ ഇത് കീപ്പ് ചെയ്യുന്നില്ല. കുട്ടി എപ്പോഴും താഴെ നോക്കിയിട്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ വേറെ കാര്യങ്ങൾ എൻഗേജ്ഡ് ആണ്. അപ്പം ഞാൻ ആദ്യം വിഷനെ ഇമ്പ്രൂവ് ചെയ്യിക്കുന്നതിന് പകരം ഐ കോണ്ടാക്റ്റിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തത്. അങ്ങനെ ഒരു 3 വീക്സ് ഒരു 4 വീക്സ് ആയപ്പോൾ ഫൈനലി അവൻ ഐ കോണ്ടാക്ട് കീപ്പ് ചെയ്യാൻ തുടങ്ങി. താങ്ക്ഫുള്ളി ഞാൻ ഭയങ്കര ഹാപ്പിയായി. കാരണം എൻ്റെ ഫസ്റ്റ് പേഷ്യൻ്റാണ്, ഞാൻ പഠിച്ച് ചെയ്തതല്ല. ഞാൻ എൻ്റെ ടീച്ചേഴ്സിനോടും ഹെൽപ്പ് ചോദിച്ചിട്ട് അവർ പറയുന്നത് കേട്ടിട്ടാണ് ഞാൻ അവനെ ചെയ്യുന്നത്. ഇപ്പം ഞാൻ അതിൻ്റെ ഫെലോഷിപ്പ് കാര്യങ്ങൾ അതിനൊപ്പം ചെയ്ത് ചെയ്യാണ്. അതിൻ്റെ റീസൺ എന്ന് പറഞ്ഞാൽ അവനെ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ ഫെലോഷിപ്പ് ചോദിച്ചത്. ആ ഫെലോഷിപ്പ് എനിക്ക് ആവശ്യമായിട്ട് ഞാൻ ചെയ്തൊരു കാര്യമല്ല, ഇപ്പം അതെൻ്റെ ആവശ്യമായി മാറി. കറക്റ്റ് ആ കുട്ടിക്ക് വേണ്ടി ചെയ്തതാണ്. 3 വയസ്സേ ഉള്ളൂ. അതിനുശേഷം നമുക്കറിയാം നമ്മുടെ ഫൈൻ മോട്ടോ സ്കിൽസ് ഒക്കെ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ ഒരു സാധനം പിക്ക് ചെയ്യുന്ന അല്ലേ. അപ്പോൾ മോനിങ്ങനെ ഉറുമ്പുകളെയൊക്കെ പിക്ക് ചെയ്ത് കാര്യങ്ങൾ എടുക്കും. കാരണം ആ ഒരു സ്കില്ലെന്ന് പറയുന്നത് ഒരു 8 മന്ത്സ് മുതൽ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അല്ലേ, അവർക്ക് ഉണ്ടാവുന്ന മൈൽ സ്റ്റോൺ ആണ്. അപ്പോൾ ഞാൻ ഇവനെ നോക്കുന്ന സമയത്ത് അവന് പിക്ക് അങ്ങനെ പറ്റില്ല, അവൻ ക്യാച്ച് ചെയ്യും. അവൻ ആ ഫൈൻ മോട്ടോ സ്കിൽസ് ഒന്നും വന്നിട്ടില്ല. അവൻ എന്തെങ്കിലും പിക്ക് ചെയ്യുന്ന ഇങ്ങനെ പിടിച്ചിട്ടാണ്. അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു എന്നാൽ ഇപ്പോൾ അവൻ ഐ കോണ്ടാക്ട് ഇമ്പ്രൂവ് ആയി. വിഷൻ എന്നുള്ളത് പിന്നെ ഞാനൊരു ടെർഷറി ആയിട്ട് എടുത്തിട്ട് പ്രൈമറി അവൻ്റെ ഫൈൻ മോട്ടോ സ്കിൽസിന് ഇമ്പോർട്ടൻസ് കൊടുത്തു. അങ്ങനെ ഞാൻ ചെറിയ ചെറിയ ബീഡ്സുകൾ അതുകൊണ്ട് ബ്ലോക്ക് ഉണ്ടാക്കുക, അങ്ങനെ പ്രത്യേകിച്ചൊന്നുമില്ല. കറക്റ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ ഒരുപാട് ChatGPT വരെ ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഞാൻ ചോദിച്ചു 3 year old ബോയ് ആണ്, അവനിപ്പോൾ ഒരു കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെൻറ്റ് ചെയ്യണം, അപ്പം ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ഫോക്കസ് ചെയ്യുന്നത്, എനിക്ക് 1 വീക്കിലേക്ക് ഒരു പ്ലാൻ ഉണ്ടാക്കി തരുമോ? അപ്പം നമുക്കൊരു പ്ലാൻ കിട്ടും. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് നെക്സ്റ്റ് എന്താ ചെയ്യേണ്ടതെന്നുള്ള ഒരു ഐഡിയ കിട്ടും. കംപ്ലീറ്റ് അതിനെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുകയല്ല, എനിക്കൊരു ഐഡിയ കിട്ടും. അപ്പോൾ ആ രീതിയിലാണ് ഞാൻ അവൻ്റെ ഓരോ വീക്കിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നത്. ഡെയിലി അവൻ ഇവിടെ എത്തും, ഒരു 5 to 6 എൻ്റെ ഒപ്പം ചിലവഴിക്കും. അപ്പോൾ എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോർമലി കുട്ടികൾ വരുന്നതിനേക്കാൾ ഡിഫറെൻ്റ് ആണ് നമ്മൾ കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെൻറ്റുള്ള കുട്ടികളായിട്ട് വരുമ്പോൾ. അവർക്ക് അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളുണ്ടാവും. ആളുകൾ കൂടുമ്പോഴത്തേക്കുള്ള അവർക്കൊരു സ്ട്രെയിഞ്ചർ ആൻസൈറ്റി ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഈ സമയത്ത് ക്ലിനിക്ക് കുറച്ച് ഫ്രീ ആണ്, ഞാൻ തിരക്കുകളിൽ നിന്നൊക്കെ വിട്ടിട്ട് നിൽക്കുന്ന സമയമാണ്. അപ്പോൾ അവൻ്റെ ഉമ്മ ഉപ്പ അവനായിട്ട് വരും, ഡെയിലി ചെയ്യും. അങ്ങനെ തെറാപ്പി ചെയ്ത് വന്നിട്ട് ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ട് എന്ന് അവർക്ക് തോന്നി തുടങ്ങിയപ്പോൾ ഓരോ ദിവസവും അവരെനിക്ക് എന്ത് ചെയ്തു, വീഡിയോസ് എടുത്ത് അയക്കാൻ തോന്നി. ഞാൻ വളരെ കുറച്ച് പേഷ്യൻസ് ആയിട്ട് മാത്രമാണ് എൻ്റെ പേഴ്സണൽ നമ്പേഴ്സ് ഷെയർ ചെയ്യാറുള്ളൂ. കാരണം അല്ലാത്തപ്പോഴൊക്കെ ഞാൻ ഒഫീഷ്യൽ നമ്പർ തന്നെ കൊടുക്കണം, കാരണം പേഴ്സണൽ നമ്പർ കൊടുക്കേണ്ടതായിട്ടൊരു ആവശ്യം വരാറില്ല. പക്ഷെ എന്തോ ഈ കുട്ടിയോട് ഒരു കണക്ഷൻ തോന്നിയത് കൊണ്ടായിരിക്കണം ഞാൻ എൻ്റെ ഫാമിലിക്ക് ഞാൻ എൻ്റെ നമ്പർ കൊടുത്തു. ഞാൻ പറഞ്ഞു എന്തെങ്കിലും ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളാൻ. പിന്നെ അതുപോലെ തന്നെ ഞാൻ കുറച്ച് അവന് ആക്ടിവിറ്റീസ്, ഫൈൻ മോട്ടോ സ്കിൽസിനെ ഇമ്പ്രൂവ് ചെയ്യിപ്പിക്കാനുള്ള ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് തൊട്ടടുത്തൊരു ഷോപ്പിൽ പോയിട്ട് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ട് അവന് ഗിഫ്റ്റ് ആയിട്ട് കൊടുത്തു. നിങ്ങൾ ഡെയിലി അവനെ കൊണ്ട് ചെയ്യിപ്പിക്കുക എന്നുള്ള രീതിയിൽ അവൻ ചെയ്യാൻ തുടങ്ങി. എന്നിട്ട് ഇതേപോലെ ഒരു വൈകിട്ട് ഒരു സമയത്ത് ഒരു പാരന്റ് എനിക്കൊരു വീഡിയോ എടുത്ത് അയച്ചു തന്നേക്കാണ്, അവൻ പിക്ക് ചെയ്തിട്ട് ഓരോ ബീഡായിട്ട് വെക്കുന്നത്. അപ്പൊ അവൻ ഇങ്ങനെ ക്യാച്ച് ചെയ്യാൻ തുടങ്ങി. ഞാൻ മറ്റേ മോന്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവൻ പിക്ക് ചെയ്യുന്നത് പോലെ ഇവൻ അത് ചെയ്യാൻ തുടങ്ങി. അത് ഭയങ്കര ഹാപ്പി ആയിട്ട് തോന്നിയ കാര്യമാണ്. അപ്പോൾ അവർക്ക് വിഷ്വൽ ഇമ്പ്രൂവ്മെന്റ് ഉണ്ട്. അപ്പം നമ്മൾ അവിടെ ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും അല്ല വിചാരിക്കുന്നത്. ഞാൻ മാനേജ്മെന്റിനോട് സംസാരിക്കുമ്പോഴും എന്നോട് നമ്മുടെ MD സാറ് പറഞ്ഞ കാര്യമാണ്, ഫിനാൻഷ്യൽ ബെനിഫിറ്റ് ഒന്നും അല്ല, നമ്മളാൽ കഴിയുന്ന. കാരണം എനിക്ക് അവൻ ഇപ്പോഴേ ട്രീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അവനൊരു 10 12 വയസ്സായി കഴിഞ്ഞ് എനിക്കോ അവനോ അവൻ്റെ പാരൻസിനോ ഒന്നും ചെയ്യാനില്ല അല്ലെ. ആ സമയത്ത് അവർക്ക് ഇനിയും പൈസ ഉണ്ടാക്കാം, കാര്യങ്ങളൊക്കെ ചെയ്യാം. പക്ഷെ അവനിപ്പോഴേ ഈ ട്രീറ്റ്മെന്റ്സ് ഇപ്പോഴേ കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പം അത് ചെയ്യാൻ പറ്റി. ഇപ്പോൾ അതിന് ശേഷം ഇപ്പോൾ അവന് ക്ലൈമറ്റ് ചേഞ്ച്, ഇങ്ങനത്തെ കുട്ടികൾക്ക് ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ വേഗം എഫക്റ്റ് ചെയ്യും. അപ്പോൾ അവന് ബുദ്ധിമുട്ടുണ്ടായിരുന്നു, വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടുണ്ട്. കാരണം മഴ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് അവൻ അലർജിക് ബ്രോങ്കൈറ്റിസ് ഉണ്ടാവും. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ലീവിലായിരുന്നു, ആൻറ്റിബയോട്ടിക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് എത്താൻ പറ്റിയില്ല. അപ്പോൾ എത്താൻ പറ്റിയപ്പോൾ അവൻ്റെ വീട്ടിലെ ആൾക്കാരെ മാത്രമേ ഐഡൻറ്റിഫൈ ചെയ്യുള്ളൂ. അപ്പോൾ അവൻ എൻ്റെ പേര് പറഞ്ഞു. ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഏറ്റവും വലിയ. എനിക്കിപ്പോൾ എൻ്റെ സാലറിയിൽ ഒരു 10,000 ഇൻക്രിമെന്റ് ഉണ്ടാവുന്നതിനേക്കാൾ ഞാൻ ചിലപ്പോൾ ഹാപ്പി ആവുന്നത് അല്ലേ. സാലറി കൂടുമ്പോൾ ആരാ ഹാപ്പി ആവത്തില്ല, എല്ലാവർക്കും ഹാപ്പി ആയിരിക്കും. പക്ഷെ ഈ ഒരു കാര്യം എന്നുള്ളത്
എൻ്റെ സ്വന്തം ഇഷ്ടത്തിന് ഞാൻ ചെയ്ത കാര്യം, ആരും പറഞ്ഞതല്ല, മാനേജ്മെന്റ് എന്നെ ഫോഴ്സ് ചെയ്തതല്ല, എൻ്റെ ടീച്ചേഴ്സ് എന്നെ ഫോഴ്സ് ചെയ്തല്ല, അത് നമുക്ക് തോന്നി ചെയ്യേണ്ട കാര്യങ്ങളാണ്. അപ്പോൾ അതാണ് ഇപ്പോൾ എനിക്ക് വളരെ അടുത്ത് ഇപ്പോൾ ലാസ്റ്റ് മന്ത് ഉണ്ടായാണ്. അപ്പം ഞാൻ ഇന്നലെ വിളിച്ചു, ഒരു 2-3 days ആയിട്ട് ആളെത്തിയിട്ടില്ല. അപ്പം ഞാൻ വിളിച്ചു, എന്താ വരാത്തതെന്ന് ചോദിച്ചെത്തുമ്പോൾ അവനും വീട്ടിൽ പറയുന്നുണ്ട് പോവാൻ, പക്ഷെ ഈ ബുദ്ധിമുട്ടുള്ളത് കാരണമാണ് വരാത്തത്. അപ്പം ഞാൻ പറഞ്ഞു ഓക്കെ ഫൈൻ, വരണ്ട, ഒരു 1 week കൂടെ റെസ്റ്റ് ചെയ്തിട്ട് വന്നാൽ മതി. ഇമ്പ്രൂവ് ഉണ്ടാവുന്നത് കൊണ്ടിട്ടാണ് അവൻ വരാൻ തയ്യാറാവുന്നതും, അല്ലെ? പാരൻസ് കൊണ്ടുവരാം, അല്ലെങ്കിൽ ഡെയിലി നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയേ, ഡെയിലി ട്രാവൽ ചെയ്ത് എല്ലാ ദിവസവും ഹോസ്പിറ്റലിൽ വന്നിട്ട് തെറാപ്പി ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അപ്പൊ അവരതിന് വില്ലിങ് ആവുന്നുണ്ട്. അത് നമ്മളിലുള്ള വിശ്വാസമാണ്. അവരർപ്പിക്കുന്ന വിശ്വാസം നമുക്ക് തിരിച്ച് കൊടുക്കാൻ പറ്റുന്നുണ്ട്. അത് തന്നെയാണ് ഇപ്പോൾ റീസെന്റ് ആയിട്ടുണ്ടായ ഒരു അനുഭവം. മാം, ഡിഒനെ കുറിച്ച് കുറച്ച് ഇൻഫോർമേഷൻസ് നമ്മൾ ഡിഗ്രി എങ്ങനെയാണ്, എവിടെ നിന്നാണ് നോക്കുന്നത്? ഓഡിയെ കുറിച്ചിട്ടാണോ? ഓഡി നമ്മൾ ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആയിട്ടാണ് ചെയ്യുന്നത്. ഇൻ്റഗ്രേറ്റഡ് എന്ന് പറയുന്നത് നമ്മളുടെ ബേസിക് ഡിഗ്രിയോടൊപ്പം തന്നെ നമ്മൾ 2 year റെസിഡൻസി പ്രോഗ്രാമാണ്. ഇപ്പം നമ്മൾ ഡിപ്ലോമ എടുത്ത ആളുകൾ BSc ലാറ്ററൽ എൻട്രി വഴി ചെയ്യില്ലേ, അതേപോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ലാസ്റ്റ് 2 year റെസിഡൻസി മാത്രമാണ് നമുക്ക് ഇവിടെ വരുന്നുള്ളൂ. സ്വിസ് അമേരിക്കൻ ഇൻ്റർനാഷണൽ അക്കാദമിയുടെ ഡിഗ്രിയാണ് നമ്മൾ കൊടുക്കുന്നത്. അത് ഇൻ്റഗ്രേറ്റഡ് ആണ്. നമ്മളുടെ ബാച്ചിലർ സർട്ടിഫിക്കറ്റ്സ് നമ്മൾ യൂണിവേഴ്സിറ്റിക്ക് അയച്ചു കൊടുക്കുന്ന സമയത്ത് അവർ പറയും നമ്മൾ ഓക്കെ ആണോ, നമുക്ക് ഫർദർ ആയിട്ട് ഈ കോഴ്സ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അവർ നമുക്ക് ഇൻഫർമേഷൻ തരും. അവർ ഓക്കെ ആണ് എന്ന് പറഞ്ഞാൽ മാത്രമാണ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഓഡിയിലേക്ക് എൻറോൾ ചെയ്യാൻ പറ്റുന്നുള്ളൂ. ഓക്കെ, 2 year റെസിഡൻസി പ്രോഗ്രാം മാത്രമാണ് നമ്മൾ ഇവിടെ പ്രൊവൈഡ് ചെയ്യുന്നത്. അങ്ങനെ അബേറ്റിൽ 2 year റെസിഡൻസി പ്രോഗ്രാം ചെയ്യുന്നുണ്ട്. അതുപോലെ ഫെലോഷിപ്സ് നമ്മൾ എവിടെയാണ് കുറച്ചുകൂടി ബെറ്റർ ആയിട്ട്? ക്ലിനിക്കൽ എക്സ്പ്ലോഷർ കിട്ടണമെങ്കിൽ അത്രത്തോളം പേഷ്യൻ്റ് ഫ്ലോ ഉണ്ടാവണം. ഞാനിപ്പോൾ പറയുന്നത്, ഇപ്പോൾ ആംബ്ലിയോപ്പി ഇങ്ങനെ ചെയ്യാമെന്ന് ഞാൻ നിങ്ങളെ 5 മണിക്കൂർ ഇരുത്തി പഠിപ്പിക്കുന്നതും 1 മണിക്കൂർ ഞാൻ ഒരു പേഷ്യൻറ്റിനെ ട്രീറ്റ് ചെയ്യുന്നത് കാണിക്കുന്നതും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ പേഷ്യൻ്റ് ഫ്ലോ ആണ് ഫെലോഷിപ്പുകൾക്കൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം ആ ഫീൽഡിൽ അത്രയും പേഷ്യൻറ്റിനെ കണ്ടാലാണ് നമുക്ക് സ്വന്തമായിട്ടൊരു പേഷ്യൻറ്റിനെ കാണാൻ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഡയറക്റ്റ് ഇപ്പോൾ കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെന്റ് എനിക്ക് ചെയ്യാൻ പറ്റിയത് എൻ്റെ പീഡിയാട്രിയിൽ അത്രത്തോളം പേഷ്യൻസിനെ കാണാൻ പറ്റിയത് കൊണ്ടാണ്. ഡയറക്റ്റ് ഒരിക്കലും വന്നിട്ട് നമുക്കൊരു പീഡിയാട്രി പേഷ്യൻറ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല, പ്രത്യേകിച്ച് കോർട്ടിക്കൽ വിഷ്വൽ ഇമ്പയർമെന്റ് പോലെ ആകുമ്പോൾ. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കിട്ടണമെങ്കിൽ നമ്പർ ഓഫ് പേഷ്യൻസിനെ കൂടുതൽ കാണുക, തിയറിയേക്കാൾ ഉപരി നമ്പർ ഓഫ് പേഷ്യൻസിനെ കൂടുതൽ കാണുക. അപ്പോൾ ആ രീതിയിലുള്ള സെന്ററുകൾ തിരഞ്ഞെടുക്കുക, ഏത് ഫീൽഡിലാണോ അതിനനുസരിച്ചുള്ള സെന്ററുകൾ തിരഞ്ഞെടുക്കുക. പിന്നെ മാക്സിമം CMEകൾക്ക് പങ്കെടുക്കുക. CMEകളിൽ നിന്നൊക്കെ നമുക്ക് ഓരോ അനുഭവങ്ങൾ കിട്ടും. ഓരോ റെലവൻറ്റ് ഫീൽഡിൽ അവരുടേതായിട്ടുള്ള ഐഡന്റിറ്റി ഉണ്ടാക്കിയ ഒരുപാട് ഫാക്കൽറ്റീസിനെ നമുക്ക് പരിചയപ്പെടാൻ പറ്റും. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഞാൻ എൻ്റെ BSc ഫെലോഷിപ്പ് എടുത്തവരാരും എൻ്റെ BSc ഒപ്റ്റോമെട്രി പഠിപ്പിച്ച ടീച്ചേഴ്സിൻ്റെ അടുത്ത് നിന്നല്ല. ഡോക്ടർ ജമീല റിസ്വാന, അതേപോലെ തന്നെ മാമിനെ നിങ്ങൾ അറിയുന്നുണ്ടാവും, നിങ്ങൾക്ക് എപ്പോഴോ ടോക്ക് നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ മാഡം, പിന്നെ അതേപോലെ തന്നെ എൻ്റെ പ്രിൻസിപ്പള്, പിന്നെ ഒല്ലി എന്ന് പറയുന്ന ബയോണോക്സിൻ്റെ ഡയറക്ടർ, ക്യൂർസിയുടെ ഡയറക്ടർ അമിത് സാറ്, പിന്നെ ആദിത്യ ഗോയൽ സാറ്, ശങ്കരനേത്രയുടെ പ്രിൻസിപ്പൾ ആദിത്യ ഗോയൽസ്, ഇവരൊക്കെയാണ് എൻ്റെ BScയിലെ മെൻറ്റേഴ്സ് ആയിട്ടുള്ളത്. അപ്പോൾ ഇവരാരും എന്നെ BSc ഒപ്റ്റോമെട്രിയിൽ നീ ഇങ്ങനെ പഠിപ്പിക്കുമെന്ന് പഠിച്ചതല്ല. ഞാനൊരു പല ഭാഗങ്ങളിൽ നിന്ന് മീറ്റ് ചെയ്തു, എൻ്റെ ഇൻട്രസ്റ്റുകൾ മനസ്സിലാക്കി അവരെന്നെ ഹെൽപ്പ് ചെയ്തു. ഓരോ പേഷ്യൻറ്റ് ചെയ്യുമ്പോഴും ഡൗട്ട്സ് ഉണ്ടാവും, അപ്പോൾ അവരോട് കോർഡിനേറ്റ് ചെയ്യും, അല്ലെങ്കിൽ അവർ നടക്കുന്ന വർക്ക്ഷോപ്പുകൾക്ക് പങ്കെടുത്തു. അപ്പോൾ എല്ലാ വർഷവും നമ്മൾ കോഴ്സ് കഴിഞ്ഞാലും നമ്മുടെ അക്കാദമിക്സിന് വേണ്ടിയിട്ട് നമ്മുടെ ഒരു സാലറി ഇത്ര % ഇയർലി നമ്മൾ മാറ്റിവെക്കാം, എന്നാലേ നമുക്ക് ഗ്രോത്ത് ഉണ്ടാവുള്ളൂ. അല്ലാതെ നമ്മൾ കോഴ്സ് കഴിഞ്ഞു ഇങ്ങനെ പോയാൽ മതി എന്ന് വിചാരിച്ചിരുന്നാൽ നമ്മൾ ഏതെങ്കിലും ഒരു ഭാഗത്തിരുന്ന് റിഫ്രാക്ഷനിസ്റ്റായി മാറും. അതല്ല, നമുക്കൊരു ഒപ്റ്റോമെട്രിസ്റ്റ് ആവണമെങ്കിൽ അതിൻ്റെതായിട്ടുള്ള എഫേർട്ടുകൾ നമ്മൾ എടുക്കുക. അനോമലീസ് ഓഫ് BSc എങ്ങനെയാണ് സ്ട്രാറ്റജിയുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത്? ഓക്കെ, ഇപ്പോൾ ഫസ്റ്റ് നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു പേഷ്യൻറ്റ് ഹൈ എമൗണ്ട് ഓഫ് അൺകറക്റ്റഡ് ആയിട്ടുള്ള ഫോറിയാസ് ഉള്ള പേഷ്യൻസിനെ നമ്മൾ കറക്റ്റ് ചെയ്തിട്ടില്ല. സിംറ്റമാറ്റിക്കലി ഇപ്പോൾ ഒരു എക്സോഫോറിയ, മോർ ദാൻ ഒരു 10 diopter എക്സോഫോറിയ ഉള്ള ഒരു പേഷ്യൻ്റ്, അല്ലെങ്കിൽ ഒരു 20 diopter എക്സോഫോറിയ, അവരുടെ ഫ്യൂഷൻ കൺട്രോൾഡ് ആണെങ്കിൽ നമ്മളത് കറക്റ്റ് ചെയ്യാതെ പോകും. അപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് അവർ എഫേർട്ട് വരുന്ന സമയത്ത് ഒരു സഡൻ പീരീഡിൽ അവരുടെ എന്ത് ചെയ്യുകയാണ്, മസിൽ ചിലപ്പോൾ സ്പാസത്തിലേക്ക് പോവാം, അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്തോണമെന്നില്ല, അല്ലേ? നമുക്കറിയാം, കുറേ നേരം നമ്മളൊരു കയ്യിൽ എന്തെങ്കിലും സാധനം ഹോൾഡ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ മസിൽ എന്ത് ചെയ്യും, ഫറ്റീഗ് ആവും. അതേപോലെ തന്നെ ഈ എക്സ്ട്രാ എഫേർട്ട് എടുത്തിട്ട് കൺവെർജ് ചെയ്തിരിക്കുന്ന ഒരു സാധനം അവിടെ ബ്രേക്ക് ആവും. അപ്പൊ അതെന്താവും, ഇന്റർമിറ്റന്റ് ആയിട്ടുള്ള ട്രോപ്പിയിലേക്ക് പോകും. അപ്പൊ ഫോറിയ ഉണ്ടായിരുന്ന സാധനം ഇന്റർമിറ്റന്റ് ട്രോപ്പിയിലേക്ക് പോകും. ആ ഇന്റർമിറ്റന്റ് ആണ് പിന്നെ എന്താവുന്നത്, ആക്ച്വൽ ട്രോപ്പിയിലേക്ക് ലീഡ് ചെയ്യുന്നത്. അപ്പൊ ആ ഇന്റർമിറ്റന്റ് ആയിട്ട് ഉണ്ടാവുന്ന സമയത്ത് എന്താവും, സപ്രഷൻ എന്നുള്ളത്
എന്തായിരിക്കും, ഇന്റർമിറ്റന്റ് സപ്രഷൻ ആയിരിക്കാം, അല്ലെങ്കിൽ അത് ഓൾട്ടർനേറ്റ് സപ്രഷനായിട്ട് നിൽക്കും. പക്ഷേ അതിനെ നമ്മൾ ട്രീറ്റ് ചെയ്യാത്ത പക്ഷം ട്രോപ്പിയയിലേക്ക് ലീഡ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ എന്താവും, അത് കോൺസ്റ്റന്റ് സപ്രഷനിലേക്ക് മാറും. ഓക്കെ, അപ്പൊ അവിടെ നമ്മുടെ ബൈനോക്കുലാരിറ്റി നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. ബൈനോക്കുലാരിറ്റി നഷ്ടപ്പെട്ട അതിന്റെ ഗ്രേഡ്സ് ആയിട്ടുള്ള എന്താണ്, ഫ്യൂഷനും സ്റ്റീരിയോപ്സിസും ഒന്നും എന്തുണ്ടാവില്ല, വർക്ക് ചെയ്യില്ല. അപ്പോൾ താങ്ക് യു മാം ഫോർ ഷെയറിങ് വാല്യുബിൾ ടൈം വിത്ത് അസ്. ഞങ്ങളുടെ പേരിലും ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഒപ്റ്റോമെട്രി ഇൻവെസ്റ്റിഗേഷൻ കോളേജും അതുപോലെ വുമൻസ് സെല്ലിന്റെ പേരിലും മാമിന് നന്ദി പറയുന്നു. അതുപോലെ മാം ഇനി ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ, ഈ ഒരുപാട് റിസർച്ച് ഫെലോഷിപ്പും ചെയ്യാൻ കഴിയട്ടെ. അപ്പോൾ ഞങ്ങൾക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചോദിച്ചു, ഇനി അടുത്ത പ്രാവശ്യം വരാം. അപ്പോൾ താങ്ക് യു മാം, താങ്ക് യു ഫോർ വാല്യുബിൾ. താങ്ക് യു എല്ലാവരോടും നന്ദി. വരുന്നതും കൊണ്ടല്ല, ഇങ്ങനെ ഒരു പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നതിനും അതിന്റെ നമ്മളെയൊക്കെ ഭാഗമാക്കാൻ തോന്നിയതിലും ഇൻവൈറ്റ് ചെയ്തതിലും ഒക്കെ നന്ദിയുണ്ട്. ഇപ്പൊ സബിത മിസ് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ എനിക്ക് വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് തോന്നി. ഇതിന്റെ ഒരു റീസൺ എന്താ വെച്ചാൽ, ഇപ്പൊ അടുത്തിടെ ഒരു സ്കൂളിൽ ഒരു പ്രോഗ്രാം നടന്നു. അപ്പോൾ ചെറിയ മക്കളാണ്, അതായത് UP സ്കൂളിലുള്ളതായിരുന്നു. അപ്പോൾ നമ്മളിപ്പോൾ പാരൻസ് ഒക്കെ പറയുമല്ലോ, ക്യാരറ്റ് കഴിക്കണം, ലീഫി വെജിറ്റബിൾ ചെയ്താലൊക്കെ ഇടണോ. അപ്പൊ നിങ്ങളിപ്പോ ഭയങ്കര സയന്റിഫിക് ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ അവരെന്നോട് വളരെ രസകരമായിട്ട് ചോദിച്ചൊരു കാര്യമാണ്. ഡോക്ടറെ, ക്യാരറ്റ് കഴിച്ചാലേ കാഴ്ച കൂടുള്ളൂ. ഡോക്ടറെ, ഒരു കണ്ണിലെ സൂര്യപ്രകാശം നോക്കുമ്പോൾ ഒരു കണ്ണിൽ നിന്ന് വെള്ളം വരുന്നു, ലൈറ്റ് നോക്കുമ്പോൾ വെള്ളം വരുന്നു, പിന്നെന്താണ്, രാത്രി ഉറങ്ങാൻ കിടന്നാൽ എനിക്ക് വേഗത്തിൽ ഉറങ്ങാൻ പറ്റുന്നില്ല, കണ്ണിന് തുറന്നു തന്നെ ഇരിക്കാന്നു. അങ്ങനെ വളരെ രസകരമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അപ്പൊ അതിനുശേഷം ഞാൻ വന്നിങ്ങനെ പറഞ്ഞു, എത്ര ഡൗട്ടുകളാണ് ചെറിയ മക്കൾ അല്ലെ കണ്ണ് കാഴ്ചയെ കുറിച്ച് മാത്രം ഉണ്ടാവുന്നത്. നിങ്ങളത് കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള രീതിയിൽ, നിങ്ങളുടെ സയന്റിഫിക് ആയിട്ടുള്ള രീതിയിൽ ചോദിച്ചു. അപ്പൊ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇപ്പൊ കോറിലേറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ആ ഒരു പ്രോഗ്രാം വളരെ അടുത്താണ് കഴിഞ്ഞത്. അപ്പോൾ ഒത്തിരി നന്ദിയുണ്ട് ഈ പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തതിലും നിങ്ങളുടെ ഭാഗമാകാൻ പറ്റിയതിലും. താങ്ക് യു.